ഒരു വ്യക്തിയിലോ ഏതെങ്കിലും ലഹരി വസ്തുക്കളിലോ നമ്മൾ അഡിക്റ്റഡ് ആകുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ വളരെ വീക്കാണ്, എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, പല പ്രാവശ്യം ഈ അഡിക്ഷനിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ ശ്രമിച്ചതാണ്, പക്ഷേ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ. ഫ്രണ്ട്സ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബ്രെയിനിന് ഒരു റൂളുണ്ട്. അതായത് ഞാൻ എന്നെക്കുറിച്ച് എന്താണോ നിരന്തരം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് എൻ്റെ ബ്രെയിൻ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ ഉള്ളിൽ നടക്കുന്ന ചിന്തകൾ എന്ന് പറയുന്നതും അതിനെ ചുറ്റിപ്പറ്റിയുള്ളതായിരിക്കും. ഞാൻ വളരെ അഡിക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണാണ്, എൻ്റെ നേച്ചർ ഇങ്ങനെയായിപ്പോയി, എനിക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊക്കെ നിരന്തരം പറയുമ്പോൾ അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ബ്രെയിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മളൊരു കാര്യം ചെയ്ത് നോക്കിക്കേ, എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയും, എനിക്ക് മാറുവാൻ കഴിയും, എനിക്ക് എൻ്റേതായിട്ടുള്ള കഴിവുകളുണ്ട്, സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി മുതൽ ഞാൻ ചെയ്യും എന്ന് നിരന്തരം നമ്മുടെ ബ്രെയിനിനെ ആത്മാർത്ഥമായിട്ട് ഒന്ന് ബോധിപ്പിച്ച് നോക്കിക്കേ. നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇത് ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകില്ല. പലപ്പോഴും പലരും കമൻറ്റ് സെക്ഷനിൽ തന്നെ വന്ന് പറയാറുണ്ട്, ഇതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, ഇതൊന്നും നടക്കത്തേയില്ല എന്നൊക്കെ. ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളൊരു വ്യക്തിയിൽ അഡിക്റ്റഡ് ആയത് ഒറ്റ ദിവസം കൊണ്ടാണോ? ഒരു മെസ്സേജ് അയച്ചപ്പോഴോ ഒരു കോൾ ചെയ്തപ്പോഴാണോ നമ്മൾ അഡിക്റ്റഡ് ആയത്? ഒരു ദിവസം നമ്മൾ ഡ്രഗ് യൂസ് ചെയ്ത സമയത്താണോ നമ്മൾ അതിലേക്ക് അഡിക്റ്റഡ് ആയത്? നിരന്തരമായിട്ടുള്ള പ്രവൃത്തിയിലൂടെ അല്ലേ, നിരന്തരമായിട്ട് കോൾ ചെയ്തു, മെസ്സേജ് ചെയ്തു, അവരിൽ നിന്ന് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന പാമ്പറിങ് അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ അറ്റൻഷൻ, അതൊരു ദിവസം നഷ്ടപ്പെട്ടപ്പോഴാണ് നമ്മൾ അഡിക്ഷനിലായി എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഡ്രഗ് യൂസ് ചെയ്യുന്നവരുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ, നിരന്തരമായിട്ട് അത് ഉപയോഗിച്ച് വന്നപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്ലഷർ ഇല്ലാതെ വരുമ്പോൾ അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു മെസ്സേജോ കോളോ ചെയ്യണോ നമുക്ക് തോന്നുന്ന സമയത്ത്, നമ്മൾ ആരിലാണോ അഡിക്റ്റഡ് ആകുന്നത് ആ വ്യക്തിക്ക് ഒരു മെസ്സേജോ കോളോ ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് വേണമെങ്കിൽ ബ്രെയിനിനെ കളിയാക്കിക്കൊണ്ട് തന്നെ പറയുക, നാണമില്ലേ നിനക്ക് ഇങ്ങനെ വിളിക്കാനായിട്ട്? നിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തി നിനക്ക് വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നീ മെസ്സേജ് അയച്ചാലോ കോൾ ചെയ്താലോ അവർ തിരിഞ്ഞു നോക്കുക പോലും ഇല്ല. വെറുതെ എന്തിനാ നാണം കെടാൻ നിൽക്കുന്നത്? നിനക്ക് നിൻ്റേതായിട്ടുള്ള സെൽഫ് റെസ്പെക്റ്റ് ഇല്ലേ? ഈ രീതിയിൽ ബ്രെയിനിനെ ഒന്ന് കളിയാക്കിക്കൊണ്ട് തന്നെ സംസാരിച്ച് നോക്കുകയെ. ദിവസങ്ങൾ കൊണ്ട് വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. ഏതെങ്കിലും ഒരു വ്യക്തിയോട് നമുക്ക് അഡിക്ഷൻ ഉണ്ടാകുമോ? ഇല്ല. എന്തോ ഒരു പ്ലഷർ നമുക്ക് അവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ വസ്തുവിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പ്ലഷർ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അഡിക്ഷനിലേക്ക് മാറുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പുതിയൊരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. എനിക്കിതിൻ്റെ ആവശ്യമില്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള കഴിവുകളുണ്ട്, ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നു, എൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് നിരന്തരം ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഒപ്പം തന്നെ നമുക്ക് സെൽഫ് പ്ലഷർ നൽകുന്ന ആക്ടിവിറ്റീസിൽ കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. അതുകൂടി ഒന്ന് ചെയ്യാനായിട്ട് സമയം കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അഡിക്ഷനിൽ നിന്നും പുറത്ത് കിടക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയുന്നതാണ്. അപ്പോൾ ഇന്നു മുതൽ നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാക്കുവാൻ നമുക്ക് കഴിയും. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ മജീഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്.